MBAക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, സർ MBA ഞങ്ങൾക്ക് പറ്റിയതാണ്, MBAക്ക് പോകണോ? ഞാൻ MBA ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലും ഒരു MBA കോളേജിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പശ്ചാത്തലത്തിലും MBA പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, MBA എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ബിസിനസ് എന്ന വാക്ക് നിങ്ങളെ ഒരു തരത്തിലും സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ MBAക്ക് പോകരുത്. ഞാൻ വീണ്ടും പറയുന്നു, ബിസിനസ് എന്നൊരു വാക്ക് നിങ്ങളെ യാതൊരു തരത്തിലും മോട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് MBAക്ക് പോകരുത്. സാധാ ഒരു PG പ്രോഗ്രാം പോലെ MBAനെ കാണരുത്. നിങ്ങൾ ഏത് സ്ട്രീമിൽ പോയാലും, HR ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം ആ ബിസിനസ്സിന് വേണ്ടി ഒരു ബിസിനസ് ഫോക്കസോടുകൂടെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളോ ഫങ്ഷൻസോ ആണ്. ഇവിടെ ബിസിനസ്സിനോട് സ്നേഹമില്ലെങ്കിൽ ആത്യന്തികമായിട്ട് ഈ ഡിഗ്രി കൊണ്ട് ഉപകാരമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2, പല കുട്ടികളും എന്നോട് പറയുന്നൊരു കാര്യമാണ്, സാർ ഞങ്ങൾ കണക്കിൽ ഇത്തിരി വീക്കാണ്, അപ്പം അതുകൊണ്ട് നമുക്ക് സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പരിപാടികളൊന്നും പറ്റില്ല, അതുകൊണ്ട് MBAക്ക് പോയാലോ? സുഹൃത്തുക്കളെ, ബിസിനസ് തന്നെ ഒരു കണക്കല്ലേ? നിങ്ങൾക്ക് കണക്കിൽ, ഞാൻ കണക്കിൽ ആസ് എ വിഷയമല്ല പറയുന്നത്, ഡേറ്റ വിഷ്വലൈസ് ചെയ്യാൻ, ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അതിനോടൊരു താല്പര്യവും അതിനുള്ളൊരു ആഭിമുഖ്യവും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല MBA നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയായിരിക്കുമെന്ന്. കാരണം നൗ എവറിത്തിങ് ഇസ് ഓൺ ഡേറ്റ. സോ ബ്രഷ് അപ്പ് യുവർ ബേസിക്സ് ഇൻ ഡേറ്റ. ഒരു എക്സലിലൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും മിനിമം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാവുകയും അത് കഴിയുന്നതോടൊരു അഡ്വാൻസ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എങ്കിലും വരികയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ഡേറ്റ നിങ്ങളെ എഗെയിൻ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഈ ഡേറ്റയുടെ പറ്റി കഥകളുണ്ടാക്കുക, ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ MBA വീണ്ടും നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. 3, ഞാൻ പറഞ്ഞു വേറെ ഒരു പ്രോഗ്രാം പോലെയല്ല MBA ഹൈലി പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ MBA കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് സംരംഭമെങ്കിലും തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈലി ഇൻ്റഗ്രേറ്റഡും ഹൈലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പല സ്ഥലത്തും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ഉള്ളപ്പോൾ തന്നെ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഈ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സുകൾ മാത്രമല്ല, കമ്പനികളായിട്ടും ഈ മേഖലയിലുള്ളവരായിട്ടും ഉള്ള നെറ്റ്വർക്കിംഗ് ഇസ് എ വെരി കീ എലമെൻറ്റ് ഇൻ ദിസ് സെഞ്ച്വറി. അത് നിങ്ങൾക്ക് ജോലിക്ക് ആയിക്കോട്ടെ, പ്രൊമോഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് തുടങ്ങാനായിക്കോട്ടെ, എന്നിരുന്നാലും ഒരു ബേസിക് നെറ്റ്വർക്കിങ്ങിനുള്ള സ്കില്ലും അതിനുള്ള മനോഭാവവും നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ വേണം. കാരണം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ലോകത്തോട് തന്നെയാണ്. എനിക്കതിനൊന്നും താല്പര്യമില്ല, എനിക്ക് ആരോടും മിണ്ടാൻ പറ്റില്ല, എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. നിങ്ങളുടെ സ്വഭാവം എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് യോജിക്കുന്ന ആൾക്കാരോടെങ്കിലും നിങ്ങൾക്കൊന്ന് കൂട്ടുകൂടിക്കൂടെ? അത് സൗഹൃദമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഇൻ്റലക്ച്വലായിട്ടോ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ. പക്ഷേ യു റിയലി നീഡ് ഗുഡ് നെറ്റ്വർക്ക്സ്. ലിങ്ക്ഡിൻ ഇതിന് മനോഹരമായൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ മേഖലയിലുള്ള ആൾക്കാരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ, അവർക്ക് വേണ്ട ആശയങ്ങൾ, പുതിയ ആശയങ്ങൾ കണ്ടെത്താനൊക്കെ ലിങ്ക്ഡിൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. 4, നിങ്ങൾ MBA പഠിക്കുന്ന ക്യാമ്പസ് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാക്കൽറ്റിയോ ഇൻഫ്രാസ്ട്രക്ചറോ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സോ മാത്രമല്ല, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നാളെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള 4 അല്ല 5 പേരെ വെച്ച് തുടങ്ങിയാൽ അതല്ല ഏറ്റവും മികച്ചത്. സോ നിങ്ങളുടെ ഒരു നല്ല കോളേജിലേക്ക് അല്ലെങ്കിൽ നല്ല ക്യാമ്പസ് നിങ്ങൾ എത്തിപ്പെടുമ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറോ അവിടുത്തെ ഫാക്കൽറ്റിയോ മാത്രമല്ല നിങ്ങൾ നോക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് നല്ല സൗഹൃദങ്ങളാണ്. ഐ വുഡ് സേ
നല്ല സൗഹൃദങ്ങൾക്കപ്പുറം മീനിങ് ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളാണ്. നിങ്ങളോടൊപ്പം ചിന്തിക്കുന്ന, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം നല്ല മനസ്സുകളെ കൂടെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു MBA പ്രോഗ്രാമിനാണ് പോകുന്നതെങ്കിൽ അതിനു മുമ്പ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളൊന്നും കൂടെ മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കണം. ഒന്ന്, ബിസിനസ് എന്നെ ത്രസിപ്പിക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ ബിസിനസ് വേൾഡിൽ ഒരു കരിയറോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ബിൽഡ് ചെയ്യാനോ എനിക്ക് പറ്റും. 2, ഡേറ്റ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ സ്കിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് എനി ടൈം, എനിക്ക് അതിനോടുള്ള ആഭിമുഖ്യമുണ്ടോ. 3, നെറ്റ്വർക്കിങ്ങിനായിട്ട്, ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞ് എഫേർട്ടെങ്കിലും എടുക്കാനായിട്ട് എനിക്ക് പറ്റുമോ. 4, നല്ലൊരു ക്യാമ്പസ്, നല്ലൊരു B സ്കൂൾ തന്നെ കണ്ടുപിടിക്കും. നല്ല MBA-ക്കാരാവട്ടെ, നല്ല ബിസിനസ്സുകാരാവട്ടെ.